ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിമെന്റിൽ നിന്നാണ്. ദ റോൾ ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഇൻ എ സിമെന്റ് പേസ്റ്റ് ഈസ് ടു. ഓപ്ഷൻസ് എന്തൊക്കെയാ? എ ഡിസ്പേഴ്സ് ദ പാർട്ടിക്കിൾസ്, ബി ഡിസ്പേഴ്സ് ദ പാർട്ടിക്കിൾസ് ആൻഡ് ടു റിമൂവ് ദ എയർ ബബിൾസ്, സി ഡിസ്പേഴ്സ് ദ പാർട്ടിക്കിൾസ്, റിമൂവ് ദ എയർ ബബിൾസ് ആൻഡ് ടു റിട്ടാർഡ് സെറ്റിംഗ്, ആൻഡ് ഡി റിട്ടാർഡ് സെറ്റിംഗ്. സോ നമ്മുടെ സിമെന്റ് പേസ്റ്റിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസറിന്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? disperse the particles, remove the air bubbles and to retard the setting. So എന്താണ് ഈ സൂപ്പർ പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്നത്? സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഒരു അഡ്മിക്സ്ചർ ആണ്. സോ അഡ്മിക്സ്ചേഴ്സ് അപ്പോൾ എന്താ? കോൺക്രീറ്റിലോ അല്ലെങ്കിൽ മോർട്ടാറിലോ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു 5 ടൈപ്സ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിസൈസേഴ്സ്, super plasticizers, then retarders, പിന്നെ accelerators, and fifth one air entraining agents. So ഈ 5 എണ്ണമാണ് അഡ്മിക്സ്ചേഴ്സ്. നമ്മൾ കോൺക്രീറ്റിന് അല്ലെങ്കിൽ സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസൈസർ എന്താണ്? ഓർഗാനിക് ഓർ എ മിക്സ്ചർ ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ദാറ്റ് allow reduction of water in preparation of concrete having same workability അല്ലെങ്കിൽ increase workability of concrete at same water content ratio. അപ്പം പ്ലാസ്റ്റിസൈസേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അവർ വാട്ടർ റെഡ്യൂസേഴ്സ് ആണ്. സെയിം വർക്കബിലിറ്റി കിട്ടത്തക്ക രീതിയിൽ തന്നെ നമുക്ക് കോൺക്രീറ്റിലെ വാട്ടർ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിസൈസേഴ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം വർക്കബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം വാട്ടർ സിമെന്റ് റേഷ്യോയിൽ തന്നെ നമുക്ക് മിക്സിന്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെയിം വർക്കബിലിറ്റി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, വാട്ടർ കണ്ടന്റ് റെഡ്യൂസും ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് പ്ലാസ്റ്റിസൈസേഴ്സ് ഏതൊക്കെയാണ്? ലിഗ്നോ സൾഫേറ്റ്, പോളിഗ്ലൈക്കോൾ എസ്റ്റേഴ്സ്, ഹൈഡ്രോക്സിലേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, സെക്കൻഡ് വൺ. സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്താണ്? അത് മോഡിഫൈഡ് പ്ലാസ്റ്റിസൈസേഴ്സ് തന്നെയാണ്. ഇവിടെയും വാട്ടർ കണ്ടന്റ് റിഡക്ഷൻ ആണ് നടക്കുന്നത്. പക്ഷേ എത്രത്തോളം വാട്ടർ കണ്ടന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? അപ് ടു 30% നമുക്ക് ഇവിടെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മോഡിഫൈഡ് ലിഗ്നോ സൾഫേറ്റ്, സൾഫണേറ്റഡ് മെലാനിൻ ഫോമാൽഡിഹൈഡ്, നാഫ്തലീൻ ഫോമാൽഡിഹൈഡ്. ഇനി അടുത്ത അഡ്മിക്സ്ചർ ഏതാണ്? റിട്ടാർഡേഴ്സ്. റിട്ടാർഡേഴ്സിന്റെ ഫംഗ്ഷൻ എന്താ? ദേ വിൽ ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സെറ്റിംഗ് ആക്ഷൻ അവർ റിട്ടാർഡ് ചെയ്യും. സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. അപ്പം ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ഏതാണ്? റിട്ടാർഡേഴ്സ് ആണ്. റിട്ടാർഡേഴ്സ് നമ്മൾ മിക്സിനകത്തോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ആകും. അപ്പം അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ജിപ്സം, ഷുഗർ, സ്റ്റാർച്ച്, സെല്ലുലോസ് എക്സെട്ര. അപ്പോൾ ആക്സിലറേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ദേ വിൽ ഡിക്രീസ് ദ സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ആക്ഷൻ ഫാസ്റ്റർ ആക്കും. അപ്പം നമ്മുടെ പേസ്റ്റ്, നമ്മുടെ സിമെന്റ് പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോൾഡ് വെതർ കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും. പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിലോട്ട് ആക്സിലറേറ്റേഴ്സിന് ആഡ് ചെയ്യുന്നത്. ആക്സിലറേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ. ഇനി കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ 2% വരെയാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ആക്സിലറേറ്റർ. അതിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് റിട്ടാർഡർ. മോർ എമൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിട്ടാർഡർ ആകും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമെന്റ് ഈസ് ബെസ്റ്റ് ഫോർ മെറൈൻ വാട്ടർ? മെറൈൻ വാട്ടറിൽ നമ്മൾ ഏത് ടൈപ്പ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? എ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ്, ബി ഹൈ അലുമിന സിമെന്റ്, സി ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ്, ഡി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. സോ മെറൈൻ വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് ആണ്. നമുക്ക് ഈ ഓരോ സിമെന്റും ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് നമ്മൾ മറൈൻ വർക്ക്സിന് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പൈപ്സ് ക്യാരിയിങ് വാട്ടർ കണ്ടെയ്നിങ് കെമിക്കൽസ് അല്ലെങ്കിൽ സ്യൂവേജിന്, പിന്നെ അല്ലെങ്കിൽ വർക്ക്സ് എക്സ്പോസ്ഡ് ടു സൾഫേറ്റ് എൻവയൺമെന്റ്, ഈ കേസസിലൊക്കെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് യൂസ് ചെയ്യും. ഇനി ഹൈ അലുമിന സിമെന്റ് ആണെങ്കിൽ നമ്മൾ ആസ് റിഫ്രാക്ടറി കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇൻ ഇൻഡസ്ട്രീസ് ഫോർ പ്രീ കാസ്റ്റിംഗ് വർക്ക്സ്. ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിലോ ഫോർ മാസ് കോൺക്രീറ്റിംഗ് സച്ച് ആസ് ഡാംസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ മാസ് കോൺക്രീറ്റിംഗ് സച്ച് ആസ് ഡാംസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റോ റിപ്പയർ വർക്ക്സിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. റിപ്പയർ വർക്ക്സ് ഓഫ് റോഡ്,
bridges and in structures where load is applied in a short period of time. So നമ്മൾ റോഡ്സിൻ്റെയും ബ്രിഡ്ജസിൻ്റെയും ഒക്കെ റിപ്പയർ വർക്ക്സിന് യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ്. ഇനി മറൈൻ കൺസ്ട്രക്ഷൻസിന് യൂസ് ചെയ്യുന്ന സിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്, ഹൈ അലുമിന സിമെൻറ്റ്, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്. ഈ സിമെൻറ്റ്സ് എല്ലാം നമ്മൾ മറൈൻ കൺസ്ട്രക്ഷൻസിന് യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ലൈമിൽ നിന്ന്. The quicklime as it comes from kin is called A. milk lime, B. hydraulic lime, C. lump lime, D. hydrated lime. നമ്മൾ കിന്നിൽ നിന്നും വരുമ്പം ആ ക്വിക്ക് ലൈമിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? ലംപ് ലൈം എന്നാണ് പറയുന്നത്. നമുക്ക് ലൈം എന്താണെന്ന് നോക്കാം. ലൈം ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോണിൻ്റെ കാൽസിനേഷൻ വഴിയാണ് നമുക്ക് ലൈം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ലൈം ഈസ് ഓൾസോ കോൾഡ് കോസ്റ്റിക് ലൈം ഓർ ക്വിക്ക് ലൈം ഇഫ് പ്യുവർ ലൈംസ്റ്റോൺ ഈസ് കാൽസിനേറ്റഡ്. അപ്പോൾ ലൈമിൻ്റെ വേറെ പേര് ഏതൊക്കെയാണ്? കോസ്റ്റിക് ലൈം അല്ലെങ്കിൽ ക്വിക്ക് ലൈം. ഇനി അത് കിന്നിൽ നിന്നും വരുമ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്? ലംപ് ലൈം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേൺഡ് ലൈം. ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഹാസ് ലെസ് അഫിനിറ്റി ഫോർ കാർബോണിക് ആസിഡ് ആൻഡ് മോർ അഫിനിറ്റി ഫോർ വാട്ടർ ആയിരിക്കും. അപ്പോൾ ലെസ് അഫിനിറ്റി ഫോർ കാർബോണിക് ആസിഡും ആയിരിക്കും, മോർ അഫിനിറ്റി ഫോർ വാട്ടറും ആയിരിക്കും ലൈമിന്. ഇനി സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം. ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സ്ലേക്കിംഗ് ക്വിക്ക് ലൈം. അപ്പോൾ നമ്മൾ ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം. ഈ സ്ലേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എത്രത്തോളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് സ്ലേക്കിംഗ് പ്രോസസ്സിൽ? 15.6 കിലോ കലോറീസ് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് സ്ലേക്കിംഗ് പ്രോസസ്സ്. അപ്പം സ്ലേക്കിംഗ് പ്രോസസ്സിൽ 15.6 കിലോ കലോറീസ് ഓഫ് ഹീറ്റ് ആണ് ലിബറേറ്റ് ആവുന്നത്. ഇനി സ്ലേക്കഡ് ലൈമിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ലെസ് അഫിനിറ്റി ഫോർ മോയ്സ്ചറും ആയിരിക്കും, മോർ അഫിനിറ്റി ഫോർ കാർബോണിക് ആസിഡും ആയിരിക്കും. ഇനി എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ സ്ലേക്കിംഗ് എത്രയാണ്? 32% ഓഫ് ടോട്ടൽ വെയിറ്റ് ഓഫ് ക്വിക്ക് ലൈം ആണ്. അപ്പോൾ സ്ലേക്കിംഗ് പ്രോസസ്സിന് നമുക്ക് വേണ്ടുന്ന വാട്ടറിൻ്റെ എമൗണ്ട് 32% ഓഫ് ടോട്ടൽ വെയിറ്റ് ഓഫ് ക്വിക്ക് ലൈം. ഇനി ലൈം പുട്ടി എന്താണ്? അത് ഈ സ്ലേക്കഡ് ലൈമും വാട്ടറും കൂടെയുള്ള പേസ്റ്റിനെയാണ് ലൈം പുട്ടി എന്ന് പറയുന്നത്. എ പേസ്റ്റ് ഓഫ് സ്ലേക്കഡ് ലൈം വിത്ത് വാട്ടർ ആണ് ലൈം പുട്ടി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വെറ്റ് ലൈം, പുട്ടി ലൈം, നോൺ ഹൈഡ്രോളിക് ലൈം. ഇനി പ്രോപ്പർലി മെച്യൂർഡ് ലൈം പുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 1 month വരെ യൂസ് ചെയ്യാം. മിൽക്ക് ഓഫ് ലൈം ആണെങ്കിൽ എ തിൻ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ആണ് മിൽക്ക് ഓഫ് ലൈം. സോ നമ്മുടെ സ്ലേക്കിംഗ് പ്രോസസ്സിൽ എത്രത്തോളം ഹീറ്റ് ആണ് ലിബറേറ്റ് ആവുന്നത്? 15.6 കിലോ കലോറീസ് ഓഫ് ഹീറ്റ് ആണ് സ്ലേക്കിംഗ് പ്രോസസ്സിൽ ലിബറേറ്റ് ആവുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The constituent in lime which retard the slaking action and increase the rapidity of setting is. നമ്മുടെ ലൈമിലുള്ള ഏത് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് സ്ലേക്കിംഗ് ആക്ഷനെ റിട്ടാർഡ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ സെറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ സൾഫേറ്റ്, ബി ക്ലേ, സി മഗ്നീഷ്യം കാർബണേറ്റ്, ഡി അയൺ ആൻഡ് അയൺ പൈറൈഡ്സ്. സോ അതിൻ്റെ ആൻസർ സൾഫേറ്റ് ആണ്. സൾഫേറ്റ് ആണ് നമ്മുടെ സ്ലേക്കിംഗ് ആക്ഷനെ റിട്ടാർഡ് ചെയ്യുകയും ചെയ്യും, സെറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. സൾഫേറ്റ്, ദ പ്രസൻസ് ഓഫ് സൾഫേറ്റ്സ് ആക്സലറേറ്റ്സ് സെറ്റിംഗ് ബട്ട് റെഡ്യൂസസ് സ്ലേക്കിംഗ്. സോ സെറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, സ്ലേക്കിംഗ് പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ക്ലേ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഹൈഡ്രോളിസിറ്റി ടു ദ ലൈം. ലൈമിന് ഹൈഡ്രോളിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ക്ലേ ആണ്. ഇനി ഈ ക്ലേ കണ്ടന്റ് 30% എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഇറ്റ് വിൽ സ്ലോ ഡൗൺ സ്ലേക്കിംഗ് ആൻഡ് ഫൈനലി സ്റ്റോപ്സ്. ഇനി നമുക്ക് ക്ലേ കണ്ടന്റിനെ ബേസ് ചെയ്ത് ലൈമിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, പുവർ ലൈം. ഫാറ്റ് ലൈം ആണെന്നുണ്ടെങ്കിൽ ക്ലേ കണ്ടന്റ് എത്രയാണ്? <5%. ഹൈഡ്രോളിക് ലൈം ആണെന്നുണ്ടെങ്കിൽ ക്ലേ കണ്ടന്റ് 5 to 30%. പുവർ ലൈം ആണെന്നുണ്ടെങ്കിൽ ക്ലേ കണ്ടന്റ് <30%. ഇനി മഗ്നീഷ്യം കാർബണേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ ഇമ്പാർട്ട് സ്ട്രെങ്ത് ടു ദ ലൈംസ്റ്റോൺ. സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ക്വാണ്ടിറ്റി അപ് ടു 30% ഇൻ ലൈംസ്റ്റോൺ, it will impart hydraulic property even in the absence of clay. സോ ക്ലേയുടെ ആബ്സെൻസിലാണെന്നുണ്ടെങ്കിലും ഈ മഗ്നീഷ്യം കാർബണേറ്റ് ഒരു 30% വരെ പ്രസന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മഗ്നീഷ്യം കാർബണേറ്റും ഹൈഡ്രോളിക് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അയൺ ആൻഡ് അയൺ പൈറൈഡ്, സോ ദേ ആർ അൺഡിസൈറബിൾ കോമ്പൗണ്ട്സ് ഇൻ ലൈംസ്റ്റോൺ. സോ നമ്മുടെ ലൈമിൽ ഹൈഡ്രോളിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ക്ലേ ആണ് ഹൈഡ്രോളിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് സ്ലോ ഡൗൺ സ്ലേക്കിംഗ് പ്രോസസ് ആണ്. ഇനി വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റ് ലൈം ആണ്. ഇനി നമ്മൾ മറൈൻ കൺസ്ട്രക്ഷൻസിനും സുപ്പീരിയർ ക്വാളിറ്റി വർക്ക്സിനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ലൈം ആയിരിക്കും.
മറൈൻ കൺസ്ട്രക്ഷൻസിനും സുപ്പീരിയർ ക്വാളിറ്റി വർക്ക്സിനും യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രോളിക് ലൈം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ലൈം സിമെന്റ് പ്ലാസ്റ്റർ റേഷ്യോ 1:1:6 കറസ്പോണ്ട്സ് ടു. സോ ലൈം സിമെന്റ് പ്ലാസ്റ്ററിലെ ഈ റേഷ്യോ 1:1:6 എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ലൈം ഈസ് ടു സിമെന്റ് ഈസ് ടു സാൻഡ് ആണ്. ബി സിമെന്റ് ഈസ് ടു ലൈം ഈസ് ടു സാൻഡ്. സി ലൈം ഈസ് ടു സാൻഡ് ഈസ് ടു ഗ്രേവൽ. ഡി സിമെന്റ് ഈസ് ടു സാൻഡ് ഈസ് ടു ഗ്രേവൽ. സോ എന്താണ് അതിൻ്റെ ആൻസർ? സിമെന്റ് ഈസ് ടു ലൈം ഈസ് ടു സാൻഡ് ആണ്. നമ്മൾ ലൈം സിമെന്റ് പ്ലാസ്റ്റർ എന്ന് കാണുമ്പം അത് ലൈം സിമെന്റ് റേഷ്യോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സിമെന്റ് ലൈം സാൻഡ് ആണത്. എന്താണ് ഈ ലൈം സിമെന്റ് മോർട്ടാർ? ലൈം സിമെന്റ് മോർട്ടാർ ഈസ് ഓൾസോ കോൾഡ് ഗേജ്ഡ് മോർട്ടാർ. നമ്മുടെ ലൈം മോർട്ടാറിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിനകത്തോട്ട് സിമെന്റ് കൂടി ആഡ് ചെയ്യും. അതിനെയാണ് ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയുന്നത്. യൂഷ്വൽ പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് ടു ലൈം ബൈ വോളിയംസ് ആർ അബൌട്ട് 1:6 to 1:8. Gauged mortar has high water retentivity, improved workability and bonding strength. So എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഇംപ്രൂവ് ആകുന്നത്? വാട്ടർ റിറ്റൻറ്റിവിറ്റി ഹൈ ആയിരിക്കും, ഇംപ്രൂവ്ഡ് വർക്കബിലിറ്റി ആയിരിക്കും, ഹൈ ബോണ്ടിങ് സ്ട്രെങ്ത്തും ആയിരിക്കും. നമ്മൾ എവിടെയൊക്കെയാണ് ഗേജ്ഡ് മോർട്ടാർ യൂസ് ചെയ്യുന്നത്? ഫോർ ഹാഫ് ബ്രിക്ക് വോളിംഗ്, ഇൻ മേസണറി ഫോർ പോയിന്റിംഗ് ആൻഡ് പ്ലാസ്റ്ററിംഗ്. നമ്മൾ പോയിന്റിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ മേസണറിയിൽ യൂസ് ചെയ്യുന്നത് ഗേജ്ഡ് മോർട്ടാറാണ്. എന്താണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്? ലൈം സിമെന്റ് മോർട്ടാറിലെ റേഷ്യോ X:Y:Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പാർട്സ് ഓഫ് സിമെന്റ് ആണ്. എക്സ് പാർട്സ് സിമെന്റ് ആണ്. അത് കഴിഞ്ഞ് Y പാർട്ട് ലൈം ആണ്, Z പാർട്ട് സാൻഡ് ആണ്. സോ ലൈം സിമെന്റ് മോർട്ടാർ ആണെന്നുണ്ടെങ്കിൽ X:Y:Z എക്സ് സിമെന്റ്, Y ലൈം ആൻഡ് Z സാൻഡ്. The type of mortar which is issued for the construction works carried out in waterlogged area is. Waterlogged ഏരിയയിലെ കൺസ്ട്രക്ഷൻ വർക്ക്സിന് നമ്മൾ ഏത് മോർട്ടാറാണ് യൂസ് ചെയ്യുന്നത്? എ സിമെന്റ് മോർട്ടാർ, ബി ലൂസ് മോർട്ടാർ, സി മോർട്ടാർ ഓഫ് വെരി ലോ കൺസിസ്റ്റൻസി, ഡി മോർട്ടാർ ഹാവിംഗ് ഹൈ വാട്ടർ സിമെന്റ് റേഷ്യോ. നമ്മൾ ഏതാണ് വാട്ടർലോഗ്ഡ് ഏരിയയിൽ യൂസ് ചെയ്യുന്നത്? സിമെന്റ് മോർട്ടാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ നേച്ചർ ഓഫ് വർക്കിനനുസരിച്ച് ഏത് മോർട്ടാറാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. DPC ആൻഡ് സിമെന്റ് കോൺക്രീറ്റ് റോഡ്സ് ആണെങ്കിൽ സിമെന്റ് മോർട്ടാർ 1:2. ഇന്റേണൽ വാൾസ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് സർഫസിലാണെങ്കിൽ ലൈം സിമെന്റ് മോർട്ടാർ ആണ്. അതിന്റെ പ്രപ്പോർഷൻ 1:3. പാർട്ടീഷൻ വാൾസ് ആൻഡ് പാരപ്പറ്റ് വാൾസ് ആണെങ്കിൽ നമ്മൾ സിമെന്റ് മോർട്ടാറും യൂസ് ചെയ്യും, ലൈം മോർട്ടാറും യൂസ് ചെയ്യും. പ്ലാസ്റ്റർ വർക്ക്സിൽ സിമെന്റ് മോർട്ടാറും ലൈം മോർട്ടാറും യൂസ് ചെയ്യും. ലൈം മോർട്ടാർ ആണെങ്കിൽ അതിന്റെ റേഷ്യോ 1:2. സിമെന്റ് മോർട്ടാർ ആണെങ്കിൽ 1:3 ഓർ 1:4. ഇനി പോയിന്റിംഗ് വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമെന്റ് മോർട്ടാർ ആണ്. 1:1 to 1:2 റേഷ്യോയിൽ. സ്റ്റോൺ മേസണറി വിത്ത് ഓർഡിനറി സ്റ്റോൺ ബ്രിക്ക് വർക്ക് ഫൗണ്ടേഷൻസിലാണെങ്കിൽ നമ്മൾ ലൈം മോർട്ടാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 1:2 ക്ലാസ് എ ഓർ ക്ലാസ് ബി ആണ്. സിമെന്റ് മോർട്ടാർ ആണെങ്കിൽ 1:6. ഈ ക്ലാസ് എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ലൈം ഏതാണ്? ക്ലാസ് എ ആണെങ്കിൽ ക്ലാസ് എ ആണെങ്കിൽ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. ക്ലാസ് ബി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം. ക്ലാസ് സി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് ലൈം. ക്ലാസ് ഡി ആണെങ്കിലോ ഡോളമൈറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യ. ക്ലാസ് ഇ ആണെങ്കിൽ നമ്മൾ കങ്കർ ലൈമാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വാട്ടർലോഗ്ഡ് ഏരിയയിലെ കൺസ്ട്രക്ഷൻ വർക്ക്സിന് യൂസ് ചെയ്യുന്നത് സിമെന്റ് ഓർ ലൈം മോർട്ടാർ ഓഫ് പ്രപ്പോർഷൻ 1:3. ഇനി ലൈം മോർട്ടാർ ഷുഡ് ബി മെയ്ഡ് ഓഫ് ഹൈഡ്രോളിക് ലൈം ആണ്. ക്ലാസ് എ ലൈം ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗ്യൂണിറ്റിംഗ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മോർട്ടാർ എ ഓൺ എ സർഫസ് അണ്ടർ ന്യൂമാറ്റിക് പ്രഷർ, ബി ഓൺ എ വെർട്ടിക്കൽ സർഫസ്, സി ഓൺ ബ്രിക്ക് വർക്ക് ബൈ മാനുവൽ മെത്തേഡ്, ഡി ഓഫ് ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി ഫോർ റിപ്പയർ വർക്ക്സ്. എന്താണ് ഗ്യൂണിറ്റിംഗ്? It is the application of mortar on a surface under pneumatic pressure. So gunite എന്താണ്? gunite എന്ന് പറയുന്നത് mixture of cement, sand and water. gunite എന്ന് പറയുന്നത് സിമെന്റ്, സാൻഡ്, വാട്ടറിന്റെ മിക്സ്ചർ ആണ്. യുണൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ മോർട്ടാർ നമ്മൾ കോൺക്രീറ്റ് സർഫസിലോട്ട്
under high pneumatic pressure apply ചെയ്യുന്നതിനെയാണ്. The cement and sand shall be batched, mixed and conveyed through a hose pipe with the help of compressed air. So നമ്മൾ ഈ മിക്സ്ചറിന്റെ ബാച്ചിങ്ങും മിക്സിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ് പൈപ്പ് വെച്ച് നമ്മൾ കംപ്രസ്ഡ് എയറിന്റെ ഹെൽപ്പോട് കൂടി കൺവേ ചെയ്യും. A separate line shall bring the water under pressure. ഇനി the cement, sand and water mix shall be passed through and intimately mixed in a special manifold. A cement gun is used to deposit this mixture on the concrete surface under a pressure of about 20 to 30 Newton per centimeter square. So ഇത് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഒരു സിമെന്റ് ഗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് സർഫസിലോട്ട് ഈ മിക്സ്ചറിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എത്രയാണ് ആ പ്രഷറിന്റെ റേഞ്ച്? 20 to 30 Newton per centimeter square ആണ് പ്രഷറിന്റെ റേഞ്ച്.